28-ാം സങ്കീർത്തനം അതിൻ്റെ 3-4 വാക്യങ്ങളിൽ ദാവീദ് പറയുകയാണ്, ദുഷ്ടന്മാരോടും അകൃത്യം ചെയ്യുന്നവരോടും കൂടെ എന്നെ വലിച്ചു കൊണ്ടുപോകരുതേ. അവർ കൂട്ടുകാരനോട് സമാധാനം സംസാരിക്കുന്നുവെങ്കിലും അവരുടെ ഹൃദയത്തിൽ ദുഷ്ടതയുണ്ട്. അവരുടെ ക്രിയയ്ക്ക് തക്കവണ്ണം, പ്രവൃത്തികളുടെ ദുഷ്ടതയ്ക്ക് തക്കവണ്ണം അവർക്ക് കൊടുക്കണമേ. അവരുടെ കൈകളുടെ പ്രവൃത്തി പോലെ അവരോട് ചെയ്യണമേ. അവർക്ക് തക്കതായ പ്രതിഫലം കൊടുക്കണമേ. അപ്പോൾ ദാവീദ് പറയുന്നത് തൻ്റെ ശത്രുക്കൾ അവർ തൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്ന സ്നേഹത്തോടാണ് സംസാരിക്കുന്നത്. സമാധാനം ഉണ്ടാകും, നീ അനുഗ്രഹിക്കപ്പെടും എന്നൊക്കെയാണ് പറയുന്നത്. എന്നാൽ അവരുടെ ഉള്ളിൽ അവിടെ പറയുകയാണ്, അവർ ഹൃദയത്തിൽ ദുഷ്ടതയുണ്ട്. അപ്പോൾ പുറമേ കാണിക്കും മറ്റൊന്ന്, ഉള്ളിൽ വേറൊന്ന്. അപ്പോൾ ദാവീദിന് അതിന് പ്രതികാരം ചെയ്യാനുള്ള കഴിവൊക്കെ ഉണ്ടെങ്കിലും താൻ ചെയ്യുന്ന കാര്യം അത് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവരെ അനുഗ്രഹിച്ച് അവർക്ക് നല്ലത് വരുത്തണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. പറയുകയാണ്, അവരുടെ ക്രിയയ്ക്ക് തക്കവണ്ണം, അവരുടെ പ്രവൃത്തികളുടെ ദുഷ്ടതയ്ക്ക് തക്കവണ്ണം അവർ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. യേശുവും പറഞ്ഞത്, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിക്കും, അവരെ ശപിക്കരുത്, അനുഗ്രഹിപ്പിന്നാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ കടന്നു വരുമ്പോൾ ദൈവസന്നിധി ഏൽപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവനീതിയോടെ പ്രവർത്തിക്കും, ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. ഈ വചനങ്ങളെ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.